സോളാർ കമ്മീഷൻ മുൻപാകെ സലിംരാജിന്റെ മൊഴി. ഉമ്മൻചാണ്ടി തന്റെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ചുവെന്ന് സലിംരാജ്. സരിത തന്റെ ഫോണിലൂടെ ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. ജിക്കുവിന്റെ നമ്പറിലേക്കും വിളിച്ച സരിത ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. ADGP ഹേമചന്ദ്രനോട് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും എന്നാൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും സലിംരാജ് മൊഴി നൽകി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് സലിംരാജ് പറഞ്ഞത്? അരുൺ, വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് സലിംരാജിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും സോളാർ കമ്മീഷനിലാണ് ഈ വെളിപ്പെടുത്തൽ. കമ്മീഷൻ സലിംരാജിനോട് ചോദിക്കുകയായിരുന്നു, ഇത്തരത്തിൽ സരിത സലിംരാജിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കാനായിരുന്നോ, അതുപോലെ തിരിച്ചും ഉമ്മൻചാണ്ടി സലിംരാജ് മുഖാന്തരം സരിതയുമായി സംസാരിച്ചിരുന്നോ എന്നാണ് സലിംരാജിനോട് ചോദിച്ചത്. ഇത് രണ്ടും സലിംരാജ് ശരിവച്ചു. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെ ഉമ്മൻചാണ്ടി സരിതയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് സലിംരാജ് പറഞ്ഞത്. പിന്നീട് ഈ ഫോൺ വിളി സംബന്ധിച്ച അന്വേഷണം വന്ന സമയത്ത് ADGP ഹേമചന്ദ്രൻ ഇക്കാര്യങ്ങളൊന്നും തന്നെ, അതായത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സരിതയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന കാര്യം ഒന്നും തന്നെ തന്നോട് ചോദിച്ചിരുന്നില്ലെങ്കിൽ കൂടിയും താൻ അക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അതൊന്നും മൊഴിയിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് സലിംരാജ് ഇപ്പോൾ സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ അന്ന് ക്ലിഫ് ഹൗസിൽ ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ക്ലിഫ് ഹൗസിലേക്കും സരിത നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ ക്ലിഫ് ഹൗസിലെ ഫോണും താൻ പലതവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് സലിംരാജ് പറയുകയുണ്ടായി. ഇതുകൂടാതെ ക്ലിഫ് ഹൗസിലെ ഫോണിൽ നിന്നും ഉമ്മൻചാണ്ടി തിരിച്ചും സരിതയെ വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് 416 കോളുകളാണ് സരിതയും സലിംരാജിന്റെ ഫോണിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ഇൻകമിംഗ് കോളുകളിൽ ഭൂരിഭാഗവും ഉമ്മൻചാണ്ടിയുമായി സംസാരിക്കാനായിരുന്നു സരിത വിളിച്ചത് എന്നും ഇന്ന് സലിംരാജ് സോളാർ കമ്മീഷൻ വെളിപ്പെടുത്തി. ഉമ്മൻചാണ്ടി ഇതുവരെ എല്ലാം പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സരിതയുമായി ഫോണിൽ സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ അത് ഒരു പൊളിക്കുന്ന മൊഴിയാണ് ഇന്നിപ്പോൾ സലിംരാജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അരുൺ. ഉമേഷ്, കൊച്ചിയിൽ നിന്ന്. തന്റെ ഫോണിൽ സരിത മുഖ്യമന്ത്രിയുമായി സംസാരിച്ച കാര്യം ഇതുവരെ ആരും ചോദിക്കാത്തത് കൊണ്ടാണ് പറയാതിരുന്നത് എന്ന് സലിംരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. പറയാനുള്ളതെല്ലാം താൻ സോളാർ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്നും സലിംരാജ് പറഞ്ഞു. ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ താങ്കള് ഉമ്മൻചാണ്ടിയെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. ഇല്ല, ഞാൻ ഇന്ന് താങ്കളുടെ ഫോണിലൂടെ ഉമ്മൻചാണ്ടി പല പ്രാവശ്യം സരിതയുമായി സംസാരിച്ചു എന്ന സുപ്രധാനമായ മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. ഇത് താങ്കൾ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമാണ്. ഇല്ല, വിരുദ്ധമല്ല. എന്നോട് ഇന്നലെ ചോദിച്ചില്ല, ആദ്യമായിട്ട് ഇന്നാ ചോദിക്കുന്നത്. മറുപടി പറഞ്ഞേ ഉള്ളൂ. ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ഹേമേന്ദ്രൻ ചോദിച്ചിരുന്നില്ലേ? ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പറയാനുള്ള കമ്മീഷൻ പറയാനുള്ള വിവരങ്ങളെല്ലാം കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങളുണ്ടായിരുന്നു കമ്മീഷൻ, നിങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട UDF ദില്ലിയിൽ നടത്തിയ ധർണയിൽ ഉമ്മൻചാണ്ടി പങ്കെടുത്തില്ല. DCC പുനഃസംഘടനയിൽ A ഗ്രൂപ്പിന് പരിഗണന കുറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഉമ്മൻചാണ്ടി വിട്ടുനിന്നത്. രാഹുൽ ഗാന്ധി, മുകുൾ വാസനിക് എന്നിവർ പങ്കെടുത്ത ധർണയിൽ നിന്നാണ് ഉമ്മൻചാണ്ടി വിട്ടുനിന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന വിവേചനത്തിലും റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു ദില്ലിയിൽ UDF ധർണ. UDF MLA-മാരും MP-മാരും സംയുക്തമായാണ് ധർണ നടത്തിയത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് AK ആന്റണി പറഞ്ഞു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത ധർണയിൽ നിന്ന് എന്നാൽ ഉമ്മൻചാണ്ടി വിട്ടുനിന്നു. സ്വാഭാവികമായിട്ടും എല്ലാ സമരങ്ങളിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല. DCC പട്ടികയിൽ A ഗ്രൂപ്പിന് വേണ്ടവിധം പരിഗണന ലഭിക്കാത്തതിലെ അതൃപ്തി A ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KC ജോസഫും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. DCC പ്രസിഡന്റ് പട്ടികയിലെ അതൃപ്തി നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെയും ധനമന്ത്രിയെയും UDF സംഘം കണ്ടപ്പോഴും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം പ്രകടമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ധർണയിൽ നിന്ന് ഉമ്മൻചാണ്ടി പൂർണ്ണമായി വിട്ടുനിന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉള്ളതിനാലാണ് ധർണയ്ക്ക് ഉമ്മൻചാണ്ടി എത്താതിരുന്നത് എന്നാണ് UDF വിശദീകരണം. INTUCയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഗോപാലേട്ടൻ്റെ 1ാം ചരമവാർഷികമാണ്. അത് എന്നോട് നേരത്തെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പരിപാടി വരുന്നില്ല എന്നുള്ളത് അറിയിച്ച. ആരോഗ്യ കാരണങ്ങളാൽ VM സുധീരനും ധർണയിൽ പങ്കെടുത്തില്ല. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം നഷ്ടപ്പെടില്ലെന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയതായി UDF സംഘം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സംസ്ഥാനത്തിനുള്ള റേഷൻ വീതം പുനഃസ്ഥാപിക്കണമെന്നും UDF സംഘം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിലും UDF സംയുക്തമായി സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിനിടയിലും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി എത്രത്തോളം രൂക്ഷമെന്നത് വ്യക്തമാക്കുന്നതായി. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മണിശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭോപ്പാലിൽ തടഞ്ഞതിനെതിരായ പ്രതിഷേധം പാർലമെന്റിലും ഇടതുപക്ഷ എംപിമാർ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി. വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇടതുപക്ഷ എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുഖ്യമന്ത്രിക്ക് ആവശ്യത്തിന് സുരക്ഷ നൽകാത്തത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. രാജ്യത്ത് വ്യാപക കള്ളപ്പണവേട്ട. ദില്ലി കരോൾ ബാഗിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 3.25 കോടി രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുത്തു. പഴയ നോട്ടുകളാണ് പിടിച്ചെടുത്തത്. 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം ബംഗളൂരുവിൽ നിന്ന് 2.25 കോടിയുടെയും ഗോവയിൽ നിന്ന് 68 ലക്ഷത്തിന്റെയും കള്ളപ്പണം പിടികൂടി. ചണ്ഡീഗഡിൽ 3.25 കോടിയുടെയും കള്ളപ്പണവും കണ്ടെടുത്തു. 67 ലക്ഷം കൈവശം വെച്ച 4 പേർ പൂനെയിൽ അറസ്റ്റിലായിട്ടുണ്ട്. പുതിയ നോട്ടുകളാണ് പരിശോധനകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. നോട്ട് പിൻവലിക്കലിന്റെ പശ്ചാത്തലത്തിൽ കള്ളപ്പണം വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ യോഗ ഗുരു ബാബ രാംദേവിന്റെ കള്ളപ്പണത്തെക്കുറിച്ചുള്ള ഒരു സംഭാഷണ ദൃശ്യം വീണ്ടും പ്രചരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കള്ളപ്പണം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ് ബാബ രാംദേവും BJP സ്ഥാനാർത്ഥിയും തമ്മിൽ രഹസ്യം പറയുന്നത്. നോട്ട് നിരോധനത്തെ അനുകൂലിച്ച് ബാബ രാംദേവ് രംഗത്തെത്തിയതോടെയാണ് വീഡിയോ വീണ്ടും പ്രചാരത്തിലായത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രാജസ്ഥാനിലെ ആൽവാറിൽ BJP സ്ഥാനാർത്ഥി മഹന്ത് ചന്ദ്രനാഥും യോഗ ഗുരു ബാബ രാംദേവും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രചരണത്തിന് കള്ളപ്പണം എത്തിക്കാൻ കഴിയുന്നില്ലെന്നും പോലീസ് പിടിച്ചെടുക്കുന്നുവെന്നും മഹന്ത് ചന്ദ്രനാഥ് ബാബ രാംദേവിനോട് പരാതി പറയുന്നു. ടിവിക്കാരുടെ മൈക്കിന് മുന്നിലിരുന്നാണോ വിഡ്ഢി കള്ളപ്പണത്തെക്കുറിച്ച് പറയുന്നതെന്നാണ് ബാബ രാംദേവിന്റെ മറുപടി. നോട്ട് പിൻവലിച്ച നടപടിയെ പ്രശംസിച്ചും നിരോധനത്തിന് ശേഷം വ്യാപകമായ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുമുള്ള ബാബ രാംദേവിന്റെ പ്രതികരണങ്ങൾക്ക് ശേഷമാണ് പഴയ സംഭാഷണ ദൃശ്യങ്ങൾ വീണ്ടും പ്രചരിക്കുന്നത്. യഥാർത്ഥത്തിൽ കള്ളപ്പണക്കാർ ആരാണെന്ന് ഈ സംഭാഷണ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പരിഹാസം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത കാർഷിക വായ്പകൾക്ക് മെയ് 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കാനും വിജിലൻസിൽ പുതിയ 24 തസ്തികകൾ രൂപീകരിച്ചും മന്ത്രിസഭായോഗം ഉത്തരവായി. രൂക്ഷമായ കാർഷിക പ്രതിസന്ധിയെ തുടർന്ന് കർഷകർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഗണിച്ചാണ് കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കർഷകരെടുത്ത വായ്പകൾക്ക് മേലുള്ള ജപ്തി നടപടികൾക്ക് അടുത്ത വർഷം മെയ് 31 വരെയാണ് മൊറട്ടോറിയം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചുള്ള വിജ്ഞാപനത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ ചെയർപേഴ്സണായ ബോർഡിൽ GS ശൈലാമണി, PC രവീന്ദ്രനാഥ് എന്നിവരാണ് അംഗങ്ങൾ. ഭരണവിഭാഗം തസ്തികകളിലേക്കുള്ള നിയമനം PSCക്ക് വിടുന്നതുവരെ എല്ലാ നിയമനങ്ങളും ബോർഡ് നടത്തും. അതിനുശേഷവും പരമ്പരാഗതമായ തസ്തികകളിലേക്കുള്ള നിയമനം നടത്തുന്നതിനായി ബോർഡിനെ നിലനിർത്തും. വിജിലൻസിൽ പുതിയ 24 തസ്തികകൾ രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, സീനിയർ സൂപ്രണ്ട്, ജൂനിയർ സൂപ്രണ്ടുമാർ, 20 ക്ലർക്കുകൾ എന്നിവയാണ് തസ്തികകൾ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന് കീഴിൽ പുതിയ 15 ഭാഗ്യക്കുറി സബ് സെന്ററുകൾ ആരംഭിക്കാനും തീരുമാനമുണ്ട്. ഇവിടേക്കാവശ്യമായ തസ്തികകളും സൃഷ്ടിക്കും. പാലക്കാട് IIT സ്ഥാപിക്കാനായി പുതുശ്ശേരി വില്ലേജിലെ 70 ഏക്കർ ഭൂമി സൗജന്യമായി കൈമാറും. മട്ടാഞ്ചേരിയിൽ BOT പാലത്തിന്റെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഗാമൺ ഇന്ത്യ കമ്പനിക്ക് നഷ്ടപരിഹാരത്തുകയായി 16.23 കോടി രൂപ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SFI പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ എഞ്ചിനീയറിംഗ് പരീക്ഷ ഇന്നും മുടങ്ങി. 8 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലടക്കം 16 കോളേജുകളിലെ BTech 3ാം സെമസ്റ്റർ പരീക്ഷയാണ് തടസ്സപ്പെട്ടത്. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസവും പരീക്ഷകൾ മുടങ്ങിയിരുന്നു. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ BTech 3ാം സെമസ്റ്റർ പരീക്ഷയാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടത്. തിരുവനന്തപുരം CET, ബാർട്ടൺ ഹിൽ, പാലക്കാട് ശ്രീകൃഷ്ണപുരം, കോഴിക്കോട് വെസ്റ്റ് ഹിൽ തുടങ്ങിയ 8 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലടക്കം 16 എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് പരീക്ഷ മുടങ്ങിയത്. പരീക്ഷാ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കുക, പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വിദ്യാർത്ഥികളുടെ നിലപാടായിരുന്നു ഇങ്ങനെ പ്രശ്നമറ്റമായ ഒരു രീതിയിലല്ലാതെ എക്സാം നടത്തിക്കഴിഞ്ഞാൽ അവരത് എഴുതില്ല എന്നുള്ളത്. ശ്രീകാര്യത്ത് പരീക്ഷാ കൺട്രോളറെ വിദ്യാർത്ഥികൾ ഉപരോധിച്ചു.
കൊല്ലം TKM കോളേജിലും പാലക്കാട് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലും വിദ്യാർത്ഥികൾ പരീക്ഷ ബഹിഷ്കരിച്ചു. പലയിടങ്ങളിലും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ സാങ്കേതിക സർവകലാശാല VC-യുടെ കോലം കത്തിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് പല കോളേജുകളിലും പരീക്ഷ നടന്നത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു. അതേസമയം വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് ന്യായീകരണമില്ലെന്ന നിലപാടിലാണ് സാങ്കേതിക സർവകലാശാല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റായി പ്രൊഫസർ മാലിനി ഭട്ടാചാര്യയും ജനറൽ സെക്രട്ടറിയായി മറിയം ധാവ്ലെയും തെരഞ്ഞെടുത്തു. ഭോപ്പാലിൽ 4 ദിവസമായി നടന്ന സംഘടനയുടെ 11ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഏകകണ്ഠമായി തെരഞ്ഞെടുത്ത 99 അംഗ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആദ്യ യോഗം ചേർന്നാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. 99 അംഗ കമ്മിറ്റിയിൽ PK ശ്രീമതിയാണ് ട്രഷറർ. കേരളത്തിൽ നിന്ന് MC ജോസഫൈൻ, PK സൈനബ, TN സീമ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും P സതീദേവിയെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ജയലളിതയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. ചെന്നൈ ആസ്ഥാനമായ സന്നദ്ധ സംഘടനയാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചത്. മെഡിക്കൽ രേഖകൾ പിടിച്ചെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന തരത്തിൽ ചർച്ചകൾ ഉയർന്നു വരവെയാണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തമിഴ്നാട് തെലുഗു യുവശക്തി എന്ന സന്നദ്ധ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത്. മരണത്തെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നാണ് പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാന ആവശ്യം. ജയലളിതയ്ക്ക് വിഷം നൽകിയതായി സംശയമുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോളോ ആശുപത്രിയിലുള്ള ജയലളിതയുടെ മെഡിക്കൽ രേഖകൾ സീൽ വെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും സന്നദ്ധ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് തീരും വരെ ജയലളിതയുടെ സ്വത്തുവകകളുടെ കൈമാറ്റം തടയണമെന്നാണ് മറ്റൊരാവശ്യം. ജയലളിതയുടെ മരണത്തിന് ശേഷം ദുരൂഹത ആരോപിച്ച് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. യഥാസമയം ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാതിരുന്നത് സംശയാസ്പദമാണെന്നതാണ് പ്രധാന ആരോപണം. സിനിമാ താരം ഗൗതമി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു. ജയലളിതയെ സന്ദർശിക്കാൻ തോഴി ശശികലയെ ഒഴികെ മറ്റാരെയും അനുവദിക്കാതിരുന്നതും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ശശികലയ്ക്കെതിരെ പോലും ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ജയലളിതയുടെ മരണം പരമോന്നത കോടതിയിൽ നിയമപോരാട്ടത്തിലേക്ക് കടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ വിവാഹം മാർച്ച് 29 വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കും. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. വൈക്കത്തെ വീട്ടിൽ വിജയലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നു. നേരത്തെ കൈരളി TVയുടെ ഫിനിക്സ് പുരസ്കാര വേദിയിലാണ് വിവാഹ വാർത്ത വിജയലക്ഷ്മി അറിയിച്ചത്. ഗായിക വൈക്കം വിജയലക്ഷ്മി വിവാഹിതയാകുന്നു. തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി സന്തോഷാണ് വരൻ. മാർച്ച് 29 രാവിലെ 9-നും 11:30-നും ഇടയ്ക്ക് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വിവാഹം. ഇന്ന് വിജയലക്ഷ്മിയുടെ വൈക്കത്തെ വീട്ടിലാണ് വിവാഹ നിശ്ചയം നടന്നത്. കൈരളി TV ഏർപ്പെടുത്തിയ ഫീനിക്സ് അവാർഡ് സ്വീകരിച്ച ശേഷമാണ് വിജയലക്ഷ്മി തന്റെ വിവാഹകാര്യം ആദ്യമായി ജനങ്ങളുമായി പങ്കുവച്ചത്. മലയാളത്തിന്റെ മഹാനടനിൽ നിന്നും അവാർഡ് ലഭിച്ചത് തന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് നൽകുന്നതെന്നും അതുപോലൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് വിജയലക്ഷ്മി തന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കുന്നത്തങ്ങാടിയിൽ നിന്നും സന്തോഷ് ചേട്ടനാണ്. ചേട്ടൻ സോപാന സംഗീതമൊക്കെ പാടും. ഈശ്വരഭക്തനാണ്. നല്ല സൂപ്പറാണ്. ഹോട്ടൽ മാനേജ്മെന്റ് പഠനശേഷം ബഹ്റൈനിൽ ജോലി ചെയ്തു വരുന്ന സന്തോഷിന്റെ ആലോചന വിവാഹ പരസ്യത്തിലൂടെയാണ് വന്നതെന്ന് വിജയലക്ഷ്മിയുടെ അച്ഛൻ മുരളീധരൻ പറഞ്ഞു. കാഴ്ചയ്ക്ക് വൈകല്യമുള്ള വൈക്കം സ്വദേശിനിയായ ഗായികയ്ക്ക് വരനെ തേടുന്നുവെന്ന പരസ്യം കണ്ട് നിരവധി ആലോചനകൾ വന്നിരുന്നു. അപേക്ഷകരിൽ നിന്നും ഭക്തനും സംഗീതപ്രേമിയുമായ സന്തോഷിനെ വിജയലക്ഷ്മിയും കുടുംബവും തിരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരത്തെ എനർജി മാനേജ്മെന്റ് സെന്ററിൽ ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആചരിച്ചു. വൈദ്യുത വകുപ്പ് മന്ത്രി M മണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ M നാരായണന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. KCB ചെയർമാൻ ഡോക്ടർ K ഇളങ്കോവൻ IAS, റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ TM മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. NYC യുവജന വിഭാഗമായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വ പരിശീലന ക്യാമ്പ് തൃശൂർ അതിരപ്പള്ളിയിൽ നടന്നു. ക്യാമ്പ് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. NYC ജില്ലാ പ്രസിഡന്റ് PT സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. NYC സംസ്ഥാന പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, NCP ജില്ലാ പ്രസിഡന്റ് രഘു K മാരാത്ത് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു.
മുൻ ദേവസ്വം മന്ത്രി വി.എസ്. ശിവകുമാറിന്റെ സഹോദരനും ദേവസ്വം സെക്രട്ടറിയുമായ വി.എസ്. ജയകുമാർ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിലെ നിർണായക ഫയൽ അപ്രത്യക്ഷമാകുന്നത് വിവാദമാകുന്നു. ഫയൽ കണ്ടെത്താൻ പുനരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ശുപാർശയിൽ ദേവസ്വം ബോർഡ് നടപടിയായില്ല. പമ്പയിലെ മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ പമ്പ ദേവസ്വം ഓഫീസിൽ നിന്നും അപ്രത്യക്ഷമായത്. മെസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കണക്കുകൾ സംബന്ധിച്ച ഫയലുകൾ കാണാതായത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡ് സെക്രട്ടറിയും മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരനുമായ വി.എസ്. ജയകുമാർ പമ്പ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ നടന്ന തട്ടിപ്പിന്റെ ഫയലുകളാണ് കാണാതായത്. 2003-2004 വർഷം ഉത്സവകാലത്ത് പമ്പ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ചവരുടെ കണക്കും ചെലവായ തുകയും അടങ്ങിയ മെസ്റ്റ് റോൾ എന്ന ഫയലാണ് കാണാതായിരിക്കുന്നത്. പമ്പ സന്നിധാനം മെസ്സുകളുടെ നടത്തിപ്പുമായി വി.എസ്. ജയകുമാർ അടക്കം 4 പേർ പണം തട്ടിയതായി പത്തനംതിട്ട വിജിലൻസ് ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ അപ്രത്യക്ഷമായത്. എന്നാൽ പ്രസ്തുത ഫയൽ മാത്രം കത്തിപ്പോയതായാണ് വി.എസ്. ജയകുമാറും ദേവസ്വത്തിന്റെ ഉന്നതരും കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. ക്രമക്കേട് പുറത്താകാതിരിക്കാൻ പ്രതികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഫയലിന്റെ തിരോധാനമെന്നതാണ് വിജിലൻസിന്റെ നിഗമനം. ഫയൽ കണ്ടെത്താൻ തുടരന്വേഷണം നടത്തണമെന്ന വിജിലൻസിന്റെ ആവശ്യത്തിന്മേൽ ഇനിയും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചിട്ടില്ല. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ശബരിമല.